ഈശോ മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കാത്തിരിപ്പിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ രക്ഷകൻ സംജാതനാകുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡീക്കൻ മനീഷ് കൈതക്കലിൻ്റെ കാത്തിരിപ്പിനെക്കുറിച്ചാണ് പ്രഥമത ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കാത്തിരിപ്പ് വലിയൊരു കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇസ്രായേലിൻ്റെ കാത്തിരിപ്പ്. ഇസ്രായേൽ നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ഒരു രക്ഷകൻ്റെ ജനനത്തിന് വഴിയൊരുക്കിയവർ അനേകരായിരുന്നു. അബ്രാഹത്തിലൂടെ, മോശയിലൂടെ, പ്രവാചകന്മാരിലൂടെ എല്ലാം നൽകപ്പെട്ട വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹ ഈ ലോകത്തിൽ ജനിക്കുന്നത്. ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ് തൻ്റെ ഏകജാതനെ തന്നെ മനുഷ്യരൂപത്തിൽ അയച്ചത്. ഇതെല്ലാം നമ്മൾ ഈ ക്രിസ്മസിൽ അനുസ്മരിച്ച് ആഘോഷിച്ച് ദൈവത്തെ ആരാധിച്ചിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ കാത്തിരിപ്പ് കർത്താവായ ഈശോ മിശിഹായിൽ നിറവേറിയതുപോലെ നമ്മുടെ ഈ മകൻ്റെ കാത്തിരിപ്പ്, മനീഷ് കൈതക്കലിൻ്റെ കാത്തിരിപ്പ് ഇന്ന് പൂർത്തിയാവുകയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ, 2 സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഈ ഇടവകയൊക്കെ കാത്തിരിക്കുകയായിരുന്നു ഈ സുദിനത്തിനു വേണ്ടി, ഈ സന്ദർഭത്തിനു വേണ്ടി. ഇപ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. ദൈവം തൻ്റെ ഏകജാതനെ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഈ മകനെ തിരഞ്ഞെടുത്ത് തൻ്റെ ഏകജാതൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയ്ക്കായിട്ട് നിയോഗിക്കുകയാണ്. കർത്താവിൻ്റെ രക്ഷാകര ദൗത്യം ഏറ്റെടുത്ത 12 പേരുടെ ആ പൗരോഹിത്യത്തിന് പിന്തുടർച്ചയായിട്ടുള്ള പൗരോഹിത്യം സഭയിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മെത്രാന്മാരുടെയും വൈദികരുടെയും പൗരോഹിത്യം. ആ പൗരോഹിത്യമാണ് ഇന്ന് നമ്മുടെ മകന് ദൈവം ദാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഈ കാത്തിരിപ്പിന് ശേഷമുള്ള ഈ ദാനത്തിൻ്റെ സ്വീകരണം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, അത് കർത്താവും രക്ഷകനുമായി ഈശോ മിശിഹായുടെ ശുശ്രൂഷ ഈ ലോകത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ടാണ്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുമായിരുന്നു, നിൻ്റെ രാജ്യം എന്നാണ് വരുന്നതെന്ന്. കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയിലാണ് അവരത് ചോദിച്ചിരുന്നത്. അവർ മനസ്സിലാക്കിയിരുന്നത് ഈ ലോകത്തിൽ തന്നെ കർത്താവ് രാജ്യം സ്ഥാപിച്ചവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമെന്നാണ്. റോമൻ ആധിപത്യത്തിൽ നിന്ന് അവർ വിമോചിതരാകുമെന്നാണ്. എന്നാൽ കർത്താവ് വന്നത് മനുഷ്യവംശത്തെ മുഴുവൻ വിമോചിപ്പിച്ച് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം അവർക്ക് കൊടുക്കാനാണ്. ദൈവമക്കളുടേതായ സ്വാതന്ത്ര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, സഭയിൽ സംജാതമാകുന്ന ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിന്. അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനവും അതിൻ്റെ പിന്തുടർച്ചയുടെ അനുഭവവും ഈ ലോകത്തിൽ തുടരുന്നവരാണ് അവിടുത്തെ ശുശ്രൂഷകരായ ശിഷ്യന്മാർ, ശ്ലീഹന്മാർ. നമ്മുടെ ബഹുമാനപ്പെട്ട മനീഷ് 10-12 വർഷമായിട്ട് പ്രതീക്ഷയിലായിരുന്നു, ഒരുക്കത്തിലായിരുന്നു. ഇസ്രായേലിനെ പോലെ കാത്തിരിക്കുകയായിരുന്നു.
ആ കാത്തിരിപ്പ് പൂർണ്ണമാകുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ നൽകപ്പെടുകയാണ്. ഈ ലോകത്തിൽ വചനം പ്രസംഗിക്കുന്നതിനും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ജീവൻ സ്വയം സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് നൽകുവാനും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റേതായ ശുശ്രൂഷ ഈ ലോകത്തിൽ തുടരാനും ആണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ശംശാന നിയുക്തനാകുന്നത്. അപ്പോൾ ഈ മഹനീയ ധർമ്മം അത് കർത്താവിൻ്റേത് തന്നെയാണ്. വൈദികരെ സംബന്ധിച്ചും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൽ നിന്ന് വേറിട്ടൊരു പൗരോഹിത്യമില്ല, ശുശ്രൂഷയില്ല. അവിടുന്ന് തന്നെയാണ് നമ്മുടെ ജീവിതം. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, എനിക്ക് ജീവിതം മിശിഹായാകുന്നു എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം മിശിഹായാകുന്നു, മിശിഹായോടൊപ്പമുള്ളതാണ്, മിശിഹായ്ക്ക് വേണ്ടിയുള്ളതാണ്, മിശിഹായെ ലോകത്തിന് നൽകുന്നതാണ്. ഇതേ ശുശ്രൂഷയാണ് വൈദികർ ഏറ്റെടുക്കുന്നത്. ഇതിനായിട്ടാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് അവരുടെ തിരഞ്ഞെടുപ്പല്ല, പിന്നെയോ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ 12 പേരോട് പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നതെന്ന്. നമ്മുടെ ബഹുമാനപ്പെട്ട ശമാശൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ തുടർച്ചയായി മോട്ടോയായിട്ട് ഒരു ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായം 12-ാം വാക്യമാണ്. അവിടെ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, ഞാൻ എന്നും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായോക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു, നന്ദി പറയുന്നു. എന്തിൻ്റെ പേരിലാണ്? അവിടുന്ന് എന്നെ ശക്തനാക്കി, കാരണം അവിടുന്ന് മനസ്സിലാക്കി ഞാൻ വിശ്വസ്തനായിരിക്കും എന്ന്. മാത്രമല്ല അവിടുത്തെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന്. ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ, I am grateful to Christ Jesus our Lord, who has strengthened me because he judged me faithful and appointed me to his service. അപ്പോൾ ക്രൈസ്തവരെ പീഡിപ്പിച്ചിരുന്നവനായ സാവൂളിനെ പൗലോസാക്കി മാനസാന്തരപ്പെടുത്തി അവനെ വിശ്വസ്തനായി കണ്ടുകൊണ്ട് തൻ്റെ ശുശ്രൂഷയ്ക്കായി കർത്താവ് നിയോഗിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മനീഷ് ശംശാനായെ കർത്താവ് നിയോഗിക്കുകയാണ്. അവൻ്റെ വിശ്വസ്തത മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് അവനെ നിയോഗിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഹിതം മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്ന ദൈവവചന പ്രഘോഷണത്തിൻ്റെയും ദൈവത്തിൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് പരികർമ്മം ചെയ്യുന്ന കൂദാശകളുടെ അനുഷ്ഠാനത്തിൻ്റെയും ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടേതുമായിട്ടുള്ള ഒരു ജീവിതമാണ്. കർത്താവ് തന്നെ ഈ ലോകത്തിൽ പൂർത്തിയാക്കിയ ആ ദൗത്യം, അതേ ദൗത്യം കർത്താവിൻ്റെ കൃപയാൽ നാമം പൂർത്തിയാക്കാനായിട്ട് നിയോഗിക്കപ്പെടുകയാണ്. വചനം പ്രസംഗിക്കണം, ജീവൻ പകരണം, സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവർക്കും ആവശ്യകമായത് ചെയ്യുവാനും സന്നദ്ധനായിക്കൊണ്ട് പ്രവർത്തിക്കണം ബഹുമാനപ്പെട്ട മനീഷ് അച്ഛൻ. അപ്പോഴങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ഇന്ന് കർത്താവ് അവിടുത്തെ പരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് നേരിട്ട് ചെയ്തിരുന്നതായ കാര്യങ്ങൾ സഭയിലൂടെ അവിടുത്തെ ആത്മാവിനാൽ ശക്തിപ്പെട്ട് ചെയ്യാൻ അവൻ നിയുക്തനാകുകയാണ്. കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ ശിഷ്യന്മാർക്കും ജനങ്ങൾക്കും കർത്താവ് നേരിട്ടാണ് വചനം പ്രസംഗിച്ചിരുന്നത്. അവിടുന്ന് നേരിട്ടാണ് ജീവൻ പകരുന്ന അടയാളങ്ങൾ പ്രവർത്തിച്ചത്. അവിടുന്ന് നേരിട്ടാണ് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവർത്തനങ്ങൾ നിർവഹിച്ചത്. വിശന്നവർക്ക് ഭക്ഷണം കൊടുത്തത്, രോഗികളെ സുഖപ്പെടുത്തിയത്, ആലംബഹീനർക്ക് ശരണമായിട്ട് നിന്നത്, ഭവനങ്ങൾ സന്ദർശിച്ചത്,
ആശ്വാസം ആവശ്യമുള്ളിടത്ത് ആശ്വാസം കൊടുത്തത്, സ്നേഹത്തിൽ അവരെയെല്ലാം ഐക്യപ്പെടുത്തിയത്. ഇതേ ശുശ്രൂഷ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മകൻ ചെയ്യാനായിട്ട് നിയുക്തനാകുകയാണ്. കർത്താവ് നേരിട്ട് മനുഷ്യനായിട്ട് നമ്മളോടൊപ്പം നിവസിക്കാത്തത് കൊണ്ട് അവിടുന്ന് ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ച അതേ ആത്മാവ് ഇന്ന് മകന് അതിൻ്റെ പൂർണ്ണതയിൽ നൽകപ്പെടുകയാണ്. ആത്മാവിൻ്റെ നിറവിൽ അദ്ദേഹം നിയോഗിക്കപ്പെടുകയാണ്. വചനം പ്രസംഗിക്കും. MST സമൂഹത്തിലെ അംഗമാണ് അദ്ദേഹം. MST എന്ന് പറഞ്ഞാൽ മിഷണറി സൊസൈറ്റി ഓഫ് സെൻറ്റ് തോമസ് ദി അപ്പോസ്റ്റൽ. അഭിമന്യ പ്രഥമ പാലാമെത്രാനായിരുന്ന സെബാസ്റ്റ്യൻ വയലിൽ പിതാവിൻ്റെ ആത്മീയമായ ഭാവനയിൽ രൂപം കൊണ്ടതും നമ്മുടെ സഭയ്ക്ക് ഒരനുഗ്രഹമായി തീർന്നതുമായിട്ടുള്ള MST വൈദിക സമൂഹത്തിലെ അംഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട മനീഷ് ശംശാൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ശുശ്രൂഷ നമ്മുടെ ഒരു രൂപതയിൽ ഒതുങ്ങുന്നതല്ല, സാർവത്രിക സഭ മുഴുവനിലും വ്യാപിക്കുന്നതാണ്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം വചനം പ്രഘോഷിക്കുവാൻ, ജീവൻ പകരുന്ന കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അനേകരെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ ഈ ശുശ്രൂഷ എത്ര മഹനീയമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയാണ്. ഈ MST സമൂഹം നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് ഒരു പ്രത്യേക അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. അവർ സഭയുടേതായ ദൗത്യം തങ്ങളുടെ തന്നെ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് എവിടെയെല്ലാം തങ്ങളുടെ ശുശ്രൂഷകൾ ആവശ്യമുണ്ടോ അവിടെയെല്ലാം സംലഭ്യരാകുകയും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് സുവിശേഷവൽക്കരണത്തിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം കർത്താവിലെങ്കിലേക്ക് ജനങ്ങളെ ആകർഷിക്കുകയുമാണ് ചെയ്യുന്നത്. സുവിശേഷവൽക്കരണത്തിനായിട്ടുള്ള വൈദികരുടെ ഒരു സൊസൈറ്റി അഥവാ സമൂഹമാണ് ഈ MST. സീറോ മലബാർ സഭയിലെ ഏക വൈദിക സമൂഹം, പ്രീസ്റ്റ്ലി സൊസൈറ്റി. തോമാസ് ലീഹായുടെ നാമത്തിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വൈദിക സമൂഹം. അതുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് നമ്മുടെ ഈ ഇടവകയിൽ നിന്ന്, ഇത് മാർ സ്ലീവ ദേവാലയമാണ്, ദ ഹോളി ക്രോസ് ചർച്ച്. ഈ മാർ സ്ലീവ ആലയത്തിൽ വെച്ച് അദ്ദേഹം അഭിഷിക്തനാകുകയാണ്. കർത്താവിൻ്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള കൃപാവരം സ്വീകരിക്കുകയാണ്. ഈ ഗാഗുൽത്തായിൽ നിന്ന്, ഇത് ഗാഗുൽത്ത ദേവാലയമെന്നാണല്ലോ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ഗാഗുൽത്ത കയറ്റം ആരംഭിക്കുകയാണ്. ഈ മലയേക്കാൾ വലുതാണ് ഓരോ വൈദികൻ്റെയും ഗാഗുൽത്ത. കാരണം ആ ഗാഗുൽത്ത എന്ന് പറയുന്നത് രക്ഷയുടെ മലയാണ്. കർത്താവ് തൻ്റെ ജീവൻ സമർപ്പിച്ച മല എന്ന് പറഞ്ഞതുപോലെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റേതായ ഗാഗുൽത്ത കയറിക്കൊണ്ട് അനേകർക്ക് രക്ഷയുടെ പ്രതീകമായും രക്ഷയുടെ അനുഭവമായും തീരണം നമ്മുടെ ബഹുമാനപ്പെട്ട വൈദിക സഹോദരൻ. ഇതാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്ക് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പടിപടിയായിട്ട് ഓരോ ദൗത്യം കൊടുത്തതുപോലെ പടിപടിയായിട്ടുള്ള ദൗത്യങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. കാറോയ വചനപ്രഘോഷകൻ, ഹോപ്പതിയാക്കന ദേവാലയ ശുശ്രൂഷകളുടെ പരികർമ്മി, ശംശാന അതായത് ഡീക്കൻ, വചനം ഔദ്യോഗികമായി പ്രഘോഷിക്കുവാനും കർത്താവിൻ്റെ കൂദാശകളിൽ പങ്കുചേരുവാനുമൊക്കെയുള്ള അധികാരം നൽകുന്ന ശംശാന പട്ടം, പിന്നീട് ഇപ്പോൾ ഇതാ പൗരോഹിത്യം. അപ്പോഴങ്ങനെയുള്ള പടിപടിയായ ഒരു സ്ഥാനക്കയറ്റം, ഒരു മലകയറ്റം അദ്ദേഹം പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമായ കൃപാവരങ്ങളുടെ ശക്തിയോടുകൂടെ നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. കർത്താവ് എപ്രകാരം ശിഷ്യന്മാരെ ഒരുക്കിയോ അപ്രകാരം തന്നെ തിരുസഭയും പ്രത്യേകിച്ച് MST സമൂഹത്തിലെ അധികാരികളും അദ്ദേഹത്തെ പരിശീലിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് സമർപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് കദളിക്കാട്ടിൽ അച്ഛൻ ആവശ്യപ്പെട്ടത്,
ഈ പ്രിയപ്പെട്ട സഹോദരന് പൗരോഹിത്യ ധർമ്മം കൊടുക്കണമേ എന്ന്. റക്ടച്ചൻ മേജർ സെമിനാരിയിൽ മനോജച്ചൻ പരിശീലനം കൊടുത്ത് അവസാനമായിട്ട് ഇവിടെ നമ്മുടെ സന്നിധിയിലേക്ക് ആനയിച്ചു. രണ്ടുപേരും എന്നോട് ചേർന്ന് ഈ ശുശ്രൂഷയ്ക്ക് സഹായികളായി നിൽക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഈശോ മിശിഹ എപ്രകാരം ലോകത്തിന് മുഴുവൻ ദാനമായിരുന്നുവോ അതുപോലെ ഓരോ പുരോഹിതനും തൻ്റെ ശുശ്രൂഷ എവിടെ നിയോഗിക്കപ്പെടുന്നുവോ അവിടെയുള്ള ജനങ്ങൾക്കൊരു ദാനമാണ്. അവൻ ദാനമായി തീരണം, ഒരു സമർപ്പണമായി തീരണം. ഇനി അവൻ്റെ സ്വന്തം ഇഷ്ടമല്ല, ഇനി സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ ജീവിക്കേണ്ടവനല്ല. പിന്നെയോ അവൻ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി കർത്താവിനോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടവനാണ്. അവൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ജനങ്ങൾക്ക് എപ്പോഴും അഭിഗമ്യനും, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എൻ്റെ ജീവിതമെന്നുള്ള ബോധ്യത്തോടുകൂടെ നിസ്വാർത്ഥമായ ഒരു സമർപ്പണത്തിന് തയ്യാറാകേണ്ടതുമാണ്. എല്ലാ ക്രൈസ്തവരും മിശിഹായ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്. മിശിഹായുടെ ജീവിതം അനുകരിച്ച് തങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുന്നവരാണ്. എന്നാൽ അതിലുപരിയായിട്ട് മറ്റുള്ളവർക്കും മാതൃകയായി തീരത്തക്ക രീതിയിൽ, മറ്റുള്ളവർക്കും ആധികാരികമായിട്ടുള്ള കർത്താവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമായി തീരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ നിയോഗിക്കപ്പെടുന്നു. ഇന്നു മുതൽ എല്ലാവരും അദ്ദേഹത്തെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. കാരണം ഈശോയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. ഈശോ മിശിഹായ്ക്ക് വേണ്ടി അദ്ദേഹമായിരിക്കുന്നിടത്തെല്ലാം ഒരു കർത്താവിൻ്റെ സാന്നിധ്യമായിട്ടും വചനമായിട്ടും സ്നേഹമായിട്ടും കാരുണ്യമായിട്ടും വ്യാപരിക്കേണ്ടവനാണ്. അവൻ്റെ ജീവിതം ഇനി അവന് വേണ്ടിയിട്ടുള്ളതല്ല. അവൻ്റെ ജീവിതം ഇനി അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കർത്താവിനാൽ വിളിക്കപ്പെട്ട്, വേർതിരിക്കപ്പെട്ട്, മാറ്റി നിർത്തപ്പെട്ട് അവർക്ക് വേണ്ടി തന്നെ കൊടുക്കുവാനായിട്ട് നിയോഗിക്കപ്പെടുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികൻ, അല്ലെങ്കിൽ ഇപ്പോൾ ശംശാനയായിരിക്കുന്ന കൈതക്കലച്ച്. അത്ഭുതകരമായ ആത്മാവിൻ്റെ ദാനം അവൻ്റെ മേൽ വർഷിക്കപ്പെടുമ്പോൾ, ആത്മാവിനാൽ മനീഷ് അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ മറ്റൊരു വലിയ പരിവർത്തനം അദ്ദേഹത്തിൽ സംഭവിക്കുകയാണ്. മറ്റൊരു ക്രിസ്തുവായിട്ട് അവൻ പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. ഈ കുടുംബം, കൈതക്കൽ കുടുംബം, ഒത്തിരിയേറെ വൈതരണികളിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൻ നമ്മുടെ മനീഷ് മിഷണറി പരിശീലനം സ്വീകരിക്കുന്ന ഒരു വർഷത്തെ പരിശീലന കാലത്താണ് മരണപ്പെടുന്നത്. കുടുംബത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് യാത്രയായത്. ഇപ്പോൾ സ്വർഗത്തിൽ ഇന്ന് അപ്പൻ സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷെ പിന്നീട് അമ്മയുടെ ആ നേതൃത്വത്തിൽ കഠിനാധ്വാനത്തിലൂടെ, ക്ലേശങ്ങളിലൂടെയെല്ലാം മക്കൾ 3 പേരെയും അമ്മ വളർത്തി. അവരെ ഇന്നത്തെ നിലകളിലെത്തിച്ചു, ഇനിയുമുള്ള നിലകളിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ അമ്മയ്ക്ക് ആ ശക്തി എപ്രകാരം കർത്താവ് കൊടുത്തുവോ, അതുകൊണ്ട് ആ കുടുംബം എപ്രകാരം ധന്യമായോ, അതെല്ലാം ഇതിനു വേണ്ടി കൂടിയായിരുന്നു. ഇനിയുള്ള മക്കളുടെയും ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു. ദൈവം നാം അറിയാതെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം ആ കുടുംബത്തിന് ലഭിച്ചതുപോലെ ഇനി അതേ സ്നേഹത്തിൻ്റെ ഒരനുഭവം മനീഷച്ചൻ്റെ ശുശ്രൂഷയിലൂടെ അനേകർക്ക് ലഭിക്കുവാൻ ഇടയാകണം. പ്രിയമുള്ളവരെ, നമുക്ക് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, നമ്മിൽ നിന്ന് പ്രിയപ്പെട്ടവർ വേർപിരിയുമ്പോൾ നമ്മൾ വളരെയേറെ സങ്കടത്താൽ, വേദനയാൽ വിഷമിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ എല്ലാറ്റിനും ഒരു നന്മയുണ്ട് എന്ന് നാം പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കണം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ജീവിതത്തിൽ ആശംസിക്കപ്പെട്ട സമാധാനവും പ്രത്യാശയും, നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമ്മൾ പറയുന്ന സമാധാനവും പ്രത്യാശയും, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ക്ലേശിക്കുന്നവർക്ക് നമ്മൾ സമാധാനം കൊടുക്കുന്നവരായിരിക്കണം. മനസ്സിടിഞ്ഞവർക്ക് പ്രത്യാശ കൊടുക്കുന്നവരായിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കർത്താവ് അത് ചെയ്തു. കർത്താവ് പറഞ്ഞു, സമാധാന സംസ്ഥാപകർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എവിടെ സമാധാനം സംസ്ഥാപിക്കുന്നവരുണ്ടോ, അത് കുടുംബത്തിലാകാം, സഭയിലാകാം, സമൂഹത്തിലാകാം,
അവരെല്ലാവരും ദൈവപുത്രന്മാരും ദൈവപുത്രികളുമാണ്, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. അങ്ങനെയുള്ള ആ ഒരു സ്വന്തത്തിൻ്റെ അനുഭവം സ്വീകരിച്ചിരിക്കുന്നവരാണ് നമ്മൾ. കർത്താവ് ജനിച്ചപ്പോൾ ഈ സമാധാനം മലാഖമാർ പാടിയെന്ന് വരികിൽ ജീവിതത്തിൽ ഉടനീളം ആ സമാധാനം കൊടുത്തുകൊണ്ട് കർത്താവ് പ്രവർത്തിച്ചു എന്ന് വരികിൽ അവസാനം ആശംസിച്ചിട്ട് പോയിരിക്കുന്നതും നിങ്ങൾക്ക് സമാധാനമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം ഈ സമാധാനം ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലും നമുക്കായിട്ട് കാർമ്മികൻ ആശംസിക്കുന്നുണ്ട്. കാർമ്മികന് നമ്മളും തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമാധാനത്തിൻ്റെ സമൂഹമാണ് ക്രൈസ്തവർ. ഭിന്നതയുടെയോ കലഹത്തിൻ്റെയോ മാത്സര്യത്തിൻ്റെയോ യുദ്ധങ്ങളുടെയോ ഒന്നും ലോകത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ. പ്രിയമുള്ളവരെ, കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് ശിഷ്യന്മാരെ ഗലീലിയായിലെ ശുശ്രൂഷയ്ക്ക് പറഞ്ഞു വിടുന്ന ആ സന്ദർഭത്തിലുള്ള ഒരു ഭാഗമാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെമ്മരിയാടും കോലാടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ചെമ്മരിയാടുകൾ നിഷ്കളങ്കരാണ്. അവർ കുനിഞ്ഞു നിന്ന് ഇടയൻ്റെ സ്വരം കേട്ടുകൊണ്ട് കാണുന്ന മുന്നിലുള്ള പുല്ല് മാത്രം തിന്നുകൊണ്ട് പോകുന്നു. ആ ചെമ്മരിയാടുകൾ ഇടയൻ്റെ സ്വരം കേൾക്കുന്നു. അതുകൊണ്ട് ഇടയൻ ചെമ്മരിയാടുകളുടെ മുന്നെയാണ് പോകുന്നത്. എന്നാൽ കോലാടുകൾ അങ്ങനെയല്ല. കാണുന്ന പുല്ലും തുമ്പും എല്ലാം കടിച്ച് ചിതറിപ്പോകുന്നവരാണ്. അതുകൊണ്ട് കോലാടുകളെ പുറകിൽ നിന്നുകൊണ്ടാണ് ഇടയൻ അടിക്കുന്നത്, ഒരു കൂട്ടമാക്കുന്നതിന് വേണ്ടി. നമ്മൾ ചെമ്മരിയാടുകളാണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് അവിടുന്ന് നമ്മുടെ മുമ്പേ പോയിട്ടുണ്ട്, നാം പുറകെ പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരു ജനത്തെ കർത്താവിന് വേണ്ടി രൂപപ്പെടുത്തുവാനാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ നിയോഗിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെയും പിന്നീട് കർത്താവ് ഒത്തിരിയേറെ നാം സഹിച്ചു നിൽക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നാം വിശ്വാസത്തിനു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി, നമ്മുടെ കർത്താവിലുള്ള നമ്മുടെ പ്രത്യാശയ്ക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ നമ്മെ തെറ്റിദ്ധരിക്കുന്നവർ, നമ്മൾ മതപരിവർത്തനം നടത്തുന്നവരെന്ന് പറഞ്ഞ് ഓരോരോ രീതികളിൽ നമ്മളെ പീഡനങ്ങൾക്കും സഹനങ്ങൾക്കും വിധേയരാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ഭാരതത്തിന് പുറത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ അനുഭവമുണ്ട്. നമ്മൾ വധിക്കപ്പെടും എന്നും ഇവരെ കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കർത്താവിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗധേയമാണ്. അതുകൊണ്ട് നാം എല്ലാം പഞ്ചപുച്ഛമടക്കിയപ്പോഴും ഇരിക്കണമെന്നുള്ളതല്ല, പ്രതികരിക്കണം, വേണ്ടതുപോലെ പ്രതികരിക്കണം. കർത്താവ് തന്നെ അത് ചെയ്തല്ലോ. പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് പടയാളി കർത്താവിൻ്റെ കന്നത്തടിച്ചപ്പോൾ ചോദിച്ചു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്തിനാണ് എൻ്റെ കന്നത്തടിക്കുന്നത്? കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞു, എൻ്റെ രാജ്യം ഭൗതികമല്ല, നീ അതേക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ നമുക്കറിയാം, ഹെറോദേസ് മറ്റൊരു രാജാവ് ജനിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവിടുന്ന് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ വധിക്കുവാൻ ആഗ്രഹിച്ചു. അത്ഭുതകരമായിട്ടാണ് ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടത്തിലൂടെ ഈശോ രക്ഷിക്കപ്പെട്ടത്. നമ്മളും രക്ഷയുടെ അനുഭവത്തിലൂടെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു പോകും. പക്ഷേ പീഡനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന്, വിശ്വാസത്തിനു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി പീഡിപ്പിക്കപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ ഈ MSC സമൂഹത്തിലെ വൈദികരും വരുവരുത്ത സാഹചര്യങ്ങളിൽ എതിർപ്പുകളുടെ നടുവിലാണ് ഉത്തര ഭാരതത്തിലും മറ്റു പല രാജ്യങ്ങളിലും കഴിയുന്നതെന്ന് നാം ഓർത്തിരിക്കണം. അവരും ഇതേ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ പ്രതികരിക്കുന്നുണ്ട്. അവർക്ക് ചെയ്യാവുന്നതായിട്ടുള്ള എല്ലാവിധ പ്രതിരോധങ്ങളും അവർ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കവിഞ്ഞ്, നമ്മുടെ ശക്തി കവിഞ്ഞ് ദൈവം നമുക്ക് വച്ചു നീട്ടുന്ന കാസ കുടിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവ് തന്നെ അവിടുത്തേക്ക് പിതാവായ ദൈവം നൽകിയ കാസ കുടിക്കുവാനായിട്ട് മാനുഷികമായിട്ട് അശക്തനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഉടനെ തന്നെ തൻ്റെ മനസ്സ് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയമുള്ളവരെ, ഈ ചിന്തകളോടുകൂടി നമുക്ക് ഈ മഹനീയ ശുശ്രൂഷയിൽ പങ്കുചേരാം. ദൈവം നമ്മുടെ പിതാവ്, കർത്താവായ ഈശോ മിശിഹായിൽ നമ്മൾ ദൈവമക്കൾ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ചെമ്മരിയാടുകളുടെ കൂട്ടം, ദൈവത്തിന് വിധേയത്വവും സഭാധികാരികൾക്ക് അനുസരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മുടെ മകൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കും
അവൻ്റെ മനോഗതങ്ങളോട് ചേർന്ന് അവനെ കർത്താവിന് സമർപ്പിക്കാം. കർത്താവിൻ്റെ ആത്മാവ് അവനെ അഭിഷേകം ചെയ്ത് ആശീർവദിച്ച് അനുഗ്രഹിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക്, സുവിശേഷ വേലയിലേക്ക് അയക്കട്ടെ. കുഞ്ഞാടുകൾ എന്ന പോലെ ചെമ്മരിയാടുകൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്, എന്ന് വെച്ചാൽ പ്രതിരോധക്കാരുടെ ഇടയിലേക്ക്, ശത്രുക്കളുടെ ഇടയിലേക്കായിരിക്കാം പോകേണ്ടി വരുന്നത്. അങ്ങനെ പോകുവാനുള്ള കൃപ, ശക്തി അവന് ലഭിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കണം. വൈദികരുടെ പ്രാർത്ഥന, വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വൈദികർക്ക് കൊടുക്കുന്ന ഒത്താശകളെല്ലാം ദൈവജനത്തിൻ്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. നമ്മുടെ വൈദികരെ ചേർത്ത് പിടിക്കണം, വൈദികർ ജനങ്ങളെയും. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ അനുഭവം നമ്മുടെ സഭയിൽ ഉണ്ടാക്കുന്നതിന്, ദൈവത്തിൻ്റെ കൃപയാൽ അത് പരികർമ്മം ചെയ്യുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട വൈദിക സഹോദരന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമ്മയ്ക്കും മിനി മാത്യുവിന് ഞാൻ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു, ആശംസകൾ നേരുന്നു. ഈ ഇടവകയിൽ നിന്ന് വൈദികർ പലരുണ്ടെന്ന് ഇവിടെ അറിയിച്ചു. 13-ാമത്തെയോ 14-ാമത്തെയോ വൈദികനാണ് ഇദ്ദേഹം. നമ്മുടെ അതിരൂപതയുടെ വികാരി ജനറലായിട്ട് ഉന്നത ശുശ്രൂഷ ചെയ്യുന്ന ഇവിടെ ജോസഫ് മലയപ്പറമ്പിലച്ഛനും ഇവിടെ നിന്നുള്ള വൈദികനാണ്. ഇതെല്ലാം നമ്മളെ വാസ്തവത്തിൽ നല്ല ക്രൈസ്തവരായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കണം. ഈ മലയുടെ മുകളിലെ ചെറിയ ഇടവക മലമുകളിൽ വെച്ചിരിക്കുന്ന ദീപം പോലെ പ്രകാശിക്കണം. അത് മറ്റുള്ളവർക്ക് മാതൃകയാകണം. നിങ്ങൾക്ക് പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഈ മറ്റത്തിപ്പാറ ഇടവകയിലെ ഈ ഗാഗുൽത്ത മലയിലെ കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവം ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് ലഭിക്കുന്നതിന് നിങ്ങളുടെ വൈദികരിലൂടെ, നിങ്ങളുടെ സമർപ്പിതരിലൂടെ, നിങ്ങളിൽ ഓരോരുത്തരിലും കൂടെ സാധ്യതമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള വികാരിയച്ഛൻ ഫിലിപ്പച്ചൻ ഇവിടെ വളരെ മനോഹരമായിട്ട് ഈ ശുശ്രൂഷകളെല്ലാം അറേഞ്ച് ചെയ്തു, ക്രമീകരിച്ചു. അച്ഛനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിവുള്ളതാണ് അച്ഛൻ പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഫിലിപ്പച്ചന് ഞാൻ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു, ആശംസകൾ നേരുന്നു. ദൈവത്തിന് സ്തുതി. വരാനിരിക്കുന്ന വർഷം നമുക്കെല്ലാവർക്കും നല്ലൊരു കൃപയുടെ വർഷമായിട്ട്, സമാധാനത്തിൻ്റെ വർഷമായിട്ട് തീരാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.